അവിടെ നിന്ന് CK വിജയൻ വിവരങ്ങളുമായിട്ടുണ്ട്. CK, പ്രധാനമന്ത്രി കണ്ണൂരിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിലും നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചാലും 10 മിനിറ്റ് മുൻപേ അദ്ദേഹം എത്തിയിട്ടുണ്ട്. 10-13 മിനിറ്റ് മുൻപേ എത്തിയിട്ടുണ്ട്. അവിടെ അപ്പോൾ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തുമോ, നേരത്തെ എത്തുമോ പ്രധാനമന്ത്രി കൽപ്പറ്റയിലേക്ക്? സമയത്തിൽ മാറ്റമുണ്ടാകുമോ? ഒരുപക്ഷെ നമ്മൾ ഈ ലൈവ് സംസാരത്തിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഈ ആകാശത്ത് ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ കാണാൻ വേണ്ടി കഴിയും എന്നാണ് തോന്നുന്നത്. കാരണം അല്പസമയം നേരത്തെ തന്നെ പ്രധാനമന്ത്രിയുടെ വിമാനം കണ്ണൂരിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഈ ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു 30 മിനിറ്റോ 35 മിനിറ്റ് നേരത്തെ സമയമേ വേണ്ടൂ അവിടെ നിന്നും ഹെലികോപ്റ്റർ ഈ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടി. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, എനിക്ക് പിന്നിലുള്ള ഈ ഹെലിപാഡിലെ ഉദ്യോഗസ്ഥർ, SPG അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ വളരെ ജാഗരൂകരായി ഇരിക്കുകയാണ്. ഏത് സമയവും അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ ഈ അന്തരീക്ഷത്തിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ ലാൻഡ് ചെയ്യുന്നു. അതിനുവേണ്ടിയുള്ള സർവ്വസന്നാഹങ്ങളും ഇവിടെ റെഡിയാണ്. ഇവിടെ നിന്നും ഉടൻ തന്നെ കാർ മാർഗം അദ്ദേഹം ചൂരൽമലയിലേക്ക് പോകും. ചൂരൽമലയിലെ ഈ സന്ദർശനത്തിന് ശേഷം ബാക്കി അദ്ദേഹത്തിന് നേരത്തെ നിശ്ചയിച്ചതുപോലുള്ള പരിപാടികളുണ്ട്. അതിനുശേഷം ക്യാമ്പിലേക്ക് വരുന്നു, ആശുപത്രിയിലേക്ക് പോകുന്നു. പിന്നീട് ഈ അവലോകന യോഗത്തിൽ, കലക്ടറേറ്റിലെ അവലോകന യോഗത്തിൽ അടക്കം പങ്കെടുക്കുന്നു. ഏതായാലും രാവിലെ മുതൽ തന്നെ ആൾക്കാർ കാത്തുനിന്ന പ്രധാനമന്ത്രിയുടെ സന്ദർശനം അധികം വൈകാതെ തന്നെ ഈ വയനാടിൻ്റെ വിവിധ മേഖലകളിൽ നടക്കും. പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടലും അതോടൊപ്പം തന്നെ ഈ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന ഈ മേഖലകളെ കേന്ദ്രീകരിച്ചാണ് ഈ സന്ദർശനങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് വയനാടിന് എന്ത് ലഭിക്കും, സന്ദർശനം കൊണ്ട് വയനാടിന് എന്ത് പ്രയോജനം എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത്, ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് പ്രധാനമന്ത്രിയുടെ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നതിലാണ്. ആ പ്രഖ്യാപനം ഒരുപക്ഷെ വയനാടിൻ്റെ ഈ പരാധീനതകൾ മറയ്ക്കുന്നതിന് വേണ്ടി, ഈ പ്രയാസങ്ങൾ മറക്കുന്നതിന് വേണ്ടി, ഈ പുനരധിവാസം കൂടുതൽ ഊർജ്ജസ്വലമായി നടത്തുന്നതിന് വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അത്തരത്തിലൊരു പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന പ്രാധാന്യമാണ് ഏറ്റവും കൂടുതൽ ഈ സന്ദർശനം കൊണ്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വരവ് ഒരുപക്ഷെ മുറിവേറ്റ ഒരുപാട് ആൾക്കാരുണ്ട്, ദുരന്ത ബാധിതരുണ്ട്, അവർക്ക് മുറിവേറ്റ ആശുപത്രിയിൽ കിടക്കുന്നവരുണ്ട്, ചികിത്സയിൽ കഴിയുന്നവരുണ്ട്, അവർക്ക് ആശ്വാസമാകും. അതോടൊപ്പം തന്നെ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും ഉണ്ടാകും. ഈ പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ കേരളം കാത്തു നിൽക്കുന്നത്. കേരളത്തിന് ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ സംസ്ഥാനം എന്ന നിലയിൽ ഒറ്റയ്ക്ക് ഈ വർദ്ധിച്ച ബാധ്യത നിറവേറ്റുന്നതിന് വേണ്ടി സാധിക്കില്ല. ഇവരെ പുനരധിവസിക്കുന്നതിന് വേണ്ടി സാധിക്കില്ല. അവിടുത്തെ തകർന്നു വീണ അവരുടെ സ്ഥാപനങ്ങളും വീടും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരെയാക്കുന്നതിന് വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് ഒരു സഹായം എന്ന നിലയിലുള്ള പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രഖ്യാപനം അധികം വൈകാതെ തന്നെ ഉണ്ടാകും എന്ന കാത്തിരിപ്പാണ് ഇപ്പോൾ വയനാടുകാർക്കുള്ളത്. ശരി, തീർച്ചയായിട്ടും വയനാട് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. CK പറഞ്ഞതുപോലെ തന്നെ മുറിവേറ്റ ആളുകളെ സാന്ത്വനിപ്പിക്കാനായി നിരാലംബരായ നിസ്സഹായരായി പോയിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവർക്ക് ആശ്വാസം നൽകാനായി അവർക്കൊപ്പം ഒരു സർക്കാർ ഉണ്ടെന്ന് അവരെ ഓർമ്മിപ്പിക്കാനൊക്കെ ആയിട്ടാണ് പ്രധാനമന്ത്രിയുടെ വരവെന്ന് നമ്മൾ ആ തരത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവിനെ നോക്കിക്കാണുന്നത്. ഒപ്പം തന്നെ എന്ത് പാക്കേജ് പ്രഖ്യാപിക്കും, എങ്ങനെ വയനാടിനൊപ്പം രാജ്യം, കേന്ദ്രം നിൽക്കും എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ആ വലിയ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ, ശുഭപ്രതീക്ഷയോട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവിനെ നമ്മൾ നോക്കിക്കാണുന്നത്. എന്തായാലും CK പറയുന്ന പോലെ തന്നെ അല്പസമയത്തിനകം തന്നെ ഒരു പക്ഷേ അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലേക്ക് എത്തിച്ചേരും പ്രധാനമന്ത്രി. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഗവർണറും ഉണ്ടാവും. 3 ഹെലികോപ്റ്ററുകൾ സജ്ജമായിട്ടുണ്ട്. വിമാനത്താവളത്തിന് 100 മീറ്റർ മാറി ഇപ്പുറത്തെ ഹെലിപ്പാഡ് സജ്ജമായിട്ടുണ്ട്. അവിടെ നിന്ന് അവർ പുറപ്പെടുമെന്നുള്ള വിവരമാണ് നമുക്ക് ഫെലിക്സ് നൽകിയത്.